മറക്കാൻ കഴിയില്ല മരിക്കോളം മലർക്കിളേ മലർക്കിളേ സ്ഥലം എത്തിയടാ ഇറങ്ങാൻ ഞാൻ മാഷിൻ്റെ ഒന്ന് നോക്കട്ടെ നോക്ക് നീ ഇറങ്ങണ്ട ഞാൻ നോക്കണ എങ്ങനെ എൻ്റെ പൊന്നെ മുമ്പിൽ തന്നെ ഇരിപ്പുണ്ടല്ലോ ദൈവമേ കടലിലും ചെറുത്താനും നടക്കാനുള്ള ഞാൻ വാടാ എന്നിട്ട് വേണം നിന്നെ നശിപ്പിക്കാൻ ഞാനന്ന് മാഷി പറയാം അങ്ങനെ തന്നെ ആണല്ലോടാ സൂക്ഷിച്ചു ശര പിടിച്ചു നോക്കോ മാഷേ ഒരു പെരുമ്പാമ്പ് ഉണ്ടല്ലോ അതിവിടത്തെ എൻ്റെ അന്തോണി ഒന്നല്ലെങ്കിൽ നിന്റെ അപ്പം കുറെ കൊച്ചുങ്ങൾക്ക് ഹരിശ്രീ പഠിപ്പിച്ചോത്തു ഈ സ്കൂൾ മാഷല്ലേ അല്ലേ അല്ല അന്നാണ് ആ ഒരു മര്യാദയെങ്കിലും ഓർത്ത് നിനക്ക് കാര്യങ്ങളൊക്കെ കാര്യപ്രാപ്തിയോട് ചെയ്തു രൂപേ വെറുതെ മനുഷ്യരെ കൊണ്ട് അതൊന്നും പറയിപ്പിക്കാണ്ട് സോറി സാറേ ഇന്ന് കാര്യപ്രാർത്ഥി ഇത്തിരി കൂടുതലായിപ്പോയി അന്തോണി ഇവിടെ ഒരു മിനിറ്റ് ഇവിടെ അല്ല ഇരിക്കി ഒന്നും അറിയണ്ടല്ലോ ഒന്നും അറിയിക്കാണ്ട് തന്നെ വളർത്തിയതും അതിൻ്റെയാ മാഷേ ഇവൻ നന്നായി കാണുമെന്നല്ലാതെ ഞാൻ ഇത്രയും കാലത്തിനിടയ്ക്ക് എൻ്റെ എന്നായെങ്കിലും ആഗ്രഹം ഇവൻ്റെ മേലെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? എൻജിനീയറിങ്ങിന് പഠിച്ചുകൊണ്ടിരിക്കുമ്പം ഒരു സുപ്രഭാതത്തിൽ കയറി വന്നേച്ചും പറഞ്ഞു ആർട്ടിസ്റ്റ് ആവണം. എനിക്ക് കുറച്ച് വിഷമമൊക്കെ തോന്നിയെങ്കിലും ഞാൻ അതിനുവേണ്ടി ഏർപ്പാടുകളൊക്കെ ചെയ്തു കൊടുത്തായിരുന്നു. എന്നിട്ടെന്നാ കുറേ താടിയും മുടിയും വളർത്തി ഇവിടുത്തെ ഭിത്തിയും ചോരുമൊക്കെ വൃത്തികേടാക്കി എന്നല്ലാതെ അവൻ നന്നായോ? ഫ്രാൻസിസ് ആന്നോടാ? ആന്നേ നമസ്കാരം. ആയിക്കോട്ടെ. പേപ്പ ഇഞ്ചി വിറ്റു. പേപ്പൻ പറഞ്ഞ പോലെ ആ ജോൺസൺ ഒരു 2000 രൂപ കൊടുത്തിട്ടുണ്ട്. നന്നായി. പിന്നെ വണ്ടിക്കൂലി ഒരു 300 രൂപ കഴിച്ചിട്ട് ബാക്കിയുള്ളത് ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. നീ തന്നെ അത് അങ്ങാത്തോട്ട് വെച്ചേ. കണക്കൂട്ടലൊക്കെ ശരിയാവണ്ടോ? നമ്മുടെ ആ ജോൺസന്റെ കൊച്ചിന് തീരെ മേലാണ്. അതുങ്ങൾ ഇപ്പോഴും ആശുപത്രിയില്ല. എന്തോ പനിയോ ചുമയോ? എന്നാ പിന്നെ ഞാൻ ഇറങ്ങിയേക്കുക. ആകെ പെട്ടിരിക്കാന്നേ. അവളും കൊച്ചും വിടാതെ പിടിച്ചേക്കുക. കാലത്തിനി അവരെയും കൊണ്ട് പാട്ടൂർവാനയ്ക്ക് പോകണം. അവള് ശാലറ്റ് പറഞ്ഞായിരുന്നു. നീ ചെല്ല്. ശരി മാഷെ, ഇറങ്ങാറായില്ലേ? എന്നാൽ ശരി, ആയിക്കോട്ടെ. ഈ ഫ്രാൻസിസും ശാലറ്റും ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ ഗതി മാഷ് ഓർത്തു നോക്കി. മാഷ് വെറുതെ അതും ഇതും ആലോചിച്ചിട്ട് മനസ്സ് വിഷമിപ്പിക്കാണ്ടിരിക്കുക. നേരം കുറേ ആയി. ഹായ്, ഞാൻ മുമ്പും പറഞ്ഞിട്ടേ, എന്നാലും പറയാ, മാഷിന് ഇപ്പം ആവശ്യം ഒരു കൂട്ടാ. മാഷിൻ്റെ വിഷമങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നൊരു കൂട്ട്. എന്നാ ഞാനങ്ങോട്ട്. അന്തോണി, അതെങ്ങനെയാ വെളിവില്ലാതെ പാതിരാത്രി വന്ന് കിടക്കണല്ലേ? ചക്ക എണീക്കാൻ എന്തോ ശാലറ്റെ കിടന്നുറങ്ങാൻ സമ്മതിക്കാത്ത? ചെക്ക, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നെ പേര് വിളിക്കല്ലേന്ന്. നേരം വെളുത്താർന്നോ? നേരം വെളുത്തോന്ന്. ഞാൻ പാട്ടൂർബാനയ്ക്കും പോയി, കൊച്ചിനെ വേദപാഠത്തിനും വിട്ട് ഈ വീട്ടിലെ പണി മൊത്തം തീർത്തച്ച് നിൽക്കണ നിപ്പ ഇത്. നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് തുണി അവിടെ ഇവിടെയും വലിച്ചു വാരിയിടല്ലേന്ന്? ഒന്നും പറഞ്ഞാൽ കേൾക്കത്തില്ല. ചാച്ചൻ പോയോ? പേപ്പനെ ഞാൻ പള്ളി വെച്ച് കണ്ടായിരുന്നല്ലോ. കർത്താവേ, അതെന്തായാലും ഭാഗ്യമായി. പോയി പല്ല് കേക്കട ചക്ക. പാല് പല്ല് വെച്ചിട്ട് കുടിക്കാൻ പാടില്ല. കർത്താവേ,
നീ ഡേറ്റ് എന്നതാന്ന് കണ്ടോ? ഇന്ന് 1-ാം തീയതി. നീ അതെനിക്ക് അടുത്ത് തരത്തില്ല അല്ലേ? ഇങ്ങനെ ടെൻഷൻ ആക്കല്ല ഷാലറ്റെ. നീ ഇത് കണ്ടോ? അത് ഞാൻ അറിയാതിരിക്കാൻ നീ വാങ്ങിച്ചെന്ന റോൾഡ് കൊണ്ടിട്ട് മൊത്തം ചൊറിഞ്ഞു കൂട്ടി. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പോടാ അവിടുന്ന്. എന്തോ ഇതാ വരുന്നു പേപ്പ. എൻ്റെ ആത്മാഭിമാനം ചോദ്യം ചെയ്യപ്പെട്ടതിൻ്റെ ആദ്യ പടിയായിരുന്നു അത്. ഇത് പേപ്പർ വാങ്ങിയതാ? ആ, ഇത് റോണി, ഇത് റൂബി. ഇന്നു മുതൽ ഇവരാണ് എനിക്കൊരു കൂട്ട്. പോറ്റി വളർത്തിയാലേ നന്ദി കാണിക്കാൻ നായോളം വരില്ല ഒരു പുത്രനും. അല്ലോടാ മക്കളെ. എടി ശാലറ്റെ, പാലിരിപ്പില്ലോടി? അത് വയസ്സാം കാലത്തിന് ഈ പട്ടികളുടെ കടിയുള്ള കേട്ടാ. ഇനി മുതലേ പാൽ ഇവർക്ക് കൊടുത്താൽ മതി. ഇവരാകുമ്പം പാലും കുടിച്ചേച്ച് എൻ്റെ നേരെ കുരക്കുകയല്ല. ആ കുറച്ചല്ലോ. കൊടുത്ത കാശ് മുതലേ കള്ളന്മാരെ കാണുമ്പോൾ കുരയ്ക്കുന്നു. ഫ്രാൻസിസേ, ആ പട്ടിക്ക് വിശന്നിട്ടായിരിക്കും അതെ കുറയ്ക്കുന്നത്. അതിനൊന്നും കൊടുത്തില്ലേ? ദാ വരുന്നടാ, ചാടണ്ട കിടന്ന്. എന്നാ തിന്ന. ഇനി ഇതിന് അപ്പിയിടാൻ മുട്ടിട്ടാണോ ആവോ? നീയൊന്ന് നോക്കിയേ. കൊടുത്തായിരുന്നു. ഞാൻ അയച്ചു വിട്ടോ. ആ, ഇനി പിടിച്ചിട്ടാണോ ആവോ? വാ ഇറങ്ങി. എന്നാ പറ്റിയടാ? ഇവനിതെന്നാ പറ്റി? കാലത്തെ തുടങ്ങിയാണല്ലോ. നാശങ്ങള് കൊല്ലം ഞാൻ രണ്ടെണ്ണത്തിനെയും. വേണ്ട വേണ്ടെന്ന് വെക്കുമ്പോൾ ഞാൻ തന്നെ വിഷം കൊടുത്ത് കൊല്ലേണ്ടി വരും രണ്ടെണ്ണത്തിന്. പന പട്ടികള്. നീ എന്നതാണ് എൻ്റെ ഷർട്ടിലിട്ട് കാണിക്കുന്നത്? പിതാവിന് പറക്കാത്തവന്. ക്ഷമിക്കണം പിതാവേ, അങ്ങയുടെ ശ്വാനസന്തതികളെ അടിയന്റെ പാദങ്ങളിലൊന്ന് മുള്ളി അതങ്ങയുടെ തിരുവസ്ത്രത്തിലോട്ടൊന്ന് തിരികെ പതിപ്പിച്ചതാ. ക്ഷമിക്കണം. ഷർട്ട് എടുക്കടാ. പിന്നെ എടാ എൻ്റെ ഷർട്ട് എടുക്കടാ. ഓ ഉവ്വ. എടാ ഇങ്ങോട്ട് എടുത്തോണ്ട് വരാം. പിന്നെ പേടിപ്പിച്ച അങ്ങ് എടുക്കുമെന്നാ വിചാരം. ഓ ഇങ്ങോട്ട് കൊണ്ടുവരാം. ഇങ്ങോട്ട് കൊണ്ടുവരാൻ. എന്തോന്ന്? കഴുകടാ. എന്ത്? പിന്നെ എന്റെ പട്ടി കഴുകും. എൻ്റെ ഷർട്ട് കഴുകടാ. നല്ല വൃത്തിയായിട്ട് കഴുകടാ. ഓ വൃത്തിയായിട്ട് കഴുകിയത് എന്തോന്ന്? തേച്ചൊരിച്ച് കഴുകടാ. ഓ തേച്ചൊരിച്ച് തന്നെയാ കഴുകുന്നത്. അതെ, എന്റെ ശബ്ദത്തെ എന്നും അങ്ങനെ അടിച്ചമർത്താന്ന് വിചാരിക്കണ്ട. വല്ല പട്ടികളും കുരയ്ക്കുന്നത് കേട്ടോ എൻ്റെ മക്കൾ പേടിക്കുന്നത് കേട്ടോ. കഴിച്ചോ കഴിച്ചോ കഴിച്ചോ. ദേ ഈ നശിച്ച പട്ടികൾ കാരണം പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട്. എടാ തല തിരിഞ്ഞ മോൻ കാരണം നട്ടം തിരിയുന്ന അപ്പൻ്റെ അവസ്ഥയോടൊന്നും വരികയല്ലടാ. ഞാൻ എന്നാ ചെയ്തുന്നാ ഈ 6-4-5 ഫോട്ടോ എടുത്ത് ഈ ഓണം കയറാൻ വലിയ സ്റ്റുഡിയോ ഇട്ട് ഒതുങ്ങി കൂടെ എന്നെ കൊണ്ട് പറ്റത്തില്ല.
പിന്നെ എൻ്റെ പൊന്നുമോൻ എന്നാ വേണം? അപ്പനിവിടെ ഒരു ബെൻസിൻ്റെ ഷോറൂം അങ്ങ് ഇട്ട് തരട്ടോ. എന്നാ വേണോടാ? നിന്റെ വായിന്ന് തന്നെ എനിക്കത് കേൾക്കണം. പറ. കളിയാക്കുവാന്നോ? നീ പറയടാ. എന്തോ എന്തോന്ന്? ഏ ആ ക്യാമറ കൊടുക്കുന്നുണ്ടോ? നല്ലൊരു ടീം വന്നിട്ടുണ്ട്. ഓ ഇല്ലെന്നേ. അതിപ്പോ എന്നാണോ സ്റ്റുഡിയോ അടച്ചു കുടുങ്ങിപ്പോ എന്നാ ക്യാമറ മാത്രം? നിന്നോടല്ലേ പറഞ്ഞ കൊടുക്കുന്നില്ലെന്ന്. വെറുതെ മാഷ് രണ്ട് പട്ടിയും എന്നാ എന്നാ എന്നടാ എന്നാ പറഞ്ഞേ? മാഷ് രണ്ട് ഡോഗ്സിനെ മേടിച്ചെന്നറിഞ്ഞു. ഏതേനം? അല്ല കൊടുക്കുന്നുണ്ടെ പറയണം. നിനക്ക് ജീവനോടെ വീട്ടിൽ പോണ്ടാ പട്ടി. അല്ല അപ്പോ ക്യാമറക്ക് വേറെ ആളെ നോക്കാലോ അല്ലേ? ഫ്രീ സർവീസ് ഫ്രീ സർവീസ് എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ ചുമ്മാ പറയുന്നേ. ചേച്ചിയും കൊണ്ട് സാറിന് നേരത്തെ എത്തില്ല. എന്നാ സംഭവം? ഇതൊരു ഏണിയാ, ഒരു കണക്ക് പോയല്ല. ഇവിടെ നന്നാക്കിയില്ലെന്ന് പറഞ്ഞ് ഞാനിവിടെ പറഞ്ഞു വിട്ടാന്നേ. അവനത് നന്നാക്കി കൊടുക്കുമെന്നുള്ള വാശിയില്ല. വൃത്തിയായിട്ടോ. എന്നാടാ ഈ അറിയാൻ മേലാത്ത പണിയൊക്കെ എടുക്കുന്നേ? എനിക്കിതൊക്കെ അറിയാം. സത്യത്തിൽ പണി അറിയാത്തത് അവനാ. നീ ഇന്നലെ ബാബു മേസ്ത്രിയുടെ വീട്ടിൽ പണിക്ക് പോയപ്പോ എന്തെങ്കിലും എടുത്തായിരുന്നോ? ഒരുമാതിരി മറ്റേ സോറി അനാവശ്യം പറയരുത്. അവരെന്നോട് ചോദിച്ചായിരുന്നു. ഞാൻ എപ്പോഴേ പറഞ്ഞു നീ അങ്ങനെ മുട്ടിക്കത്തൊന്നുമില്ലാന്ന്. അത് പറ. കണ്ട പിന്നെ നീ ആ സുധിയുടെ വീട്ടിലെ സെപ്റ്റിക് ടാങ്ക് ക്ലീൻ ചെയ്ത് കൊടുത്തായിരുന്നോ? എന്തിനും? ഇതിങ്ങനെ നേരെ ഞാൻ വേറെ എവിടെയെങ്കിലും കൊണ്ട് നന്നാക്കിച്ചോളാം. കൊണ്ടുപോലെ ചേച്ചി പോലെ. മോളെ ലക്ഷ്മി ഞാൻ നന്നാക്കും. ഇതാ പേപ്പ. പേപ്പനിങ്ങനെ തോന്നുമ്പോ തിന്നാൻ കൊടുത്തിട്ടാ ഇവരിങ്ങനെ കൊതിയന്മാരായി പോന്നെ. ആവറ്റെള് തിന്നോട്ടേടി. വന്ന് കഴിക്കും. പക്ഷെ ഇവർക്ക് നമ്മുടെ പോലെ റേഷനറി പറ്റില്ലല്ലോ. പൊടിഗിരി തന്നെ വേണ്ടേ? പണ്ട് ത്രേസ്യ കൊച്ചിൻ്റെ അയ്യം പിടിച്ച് ഞാനിവിടെ വന്ന് കയറിയപ്പോഴേ അവൾ എന്നോട് പറയുമായിരുന്നു, നിങ്ങൾ പകൽ മുഴുവൻ ജോലിക്ക് പോകുമ്പം ഞാനിവിടെ തനിച്ചല്ലേ, വല്ല പട്ടിയും പൂച്ചയൊക്കെ മേടിച്ചൊന്ന് വളർത്തിക്കൂടെ? അന്ന് ഞാനത് കേട്ടില്ല. പക്ഷെ ഇവറ്റവൾ ഇവിടെ വന്നതിന് ശേഷമാണ് നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമുക്ക് ഇവരെ കൊണ്ട് കിട്ടുന്നൊരു സ്നേഹവും സമാധാനവും ഒക്കെ മനസ്സിലാകുന്നത്. വയറ് നിറച്ച് തിന്നടാ. മറക്കാൻ കഴിയില്ല മരിക്കുവോളം നിന്നെ വെറുക്കാനറിയില്ല മലർക്കിളിയേ. ഒരു നാൾ മണിമാരൻ കൂടെ നിവർത്തി. ഒന്ന് പതിയെ പാടണ്ട ചാച്ചാ. കലാബോധമില്ലാത്ത തെണ്ടികളെ. നിങ്ങൾ ധൈര്യമായിട്ട് പാടന്നെ പോകട്ടോ. ഓ ഇപ്പോഴെങ്കിലും നിന്റെ കണ്ണെന്നാ മൊബൈലിൽ നിന്ന് എടുത്തോളാ വന്നെ. ഒരു 10 മിനിറ്റ്. ആയിക്കോട്ടെ. അതെ ഞാൻ പറഞ്ഞായിരുന്നേ, ഞാൻ ഇന്നലെ പറഞ്ഞാല് എരപ്പേ എടാ നിനക്ക് കല്യാണപ്രായമായിരുന്നു നിന്റെ വീട്ടിൽ വന്ന് പറയാൻ ഞാനാരാ? നിന്റെ തന്തയോ? അതന്നല്ല പെണ്ണ് കെട്ടാൻ മുട്ടി നടക്കുന്നവർക്ക് പെണ്ണുണ്ടാക്കി കൊടുക്കലല്ല എൻ്റെ പണി. വേണ്ട, ഇതെന്റെ കള്ള് കയറുന്ന കള്ള് തീർന്നു. നീ ഒരു കുട കൂടെ കറക്കാം. ഒരു കുട കൂടെ കറക്കുക. കള്ളു കുടിക്കാൻ മുട്ടിക്കണവർക്ക് കള്ളറക്കി കൊടുക്കലല്ല എന്റെ പണി. അപ്പൊ അതല്ല നിന്റെ പണി. അതാ എന്റെ പണി. പക്ഷെ ആ പണി ഇപ്പൊ ചെയ്യാൻ ഉദ്ദേശമില്ലെങ്കിലോ? അങ്ങനെ എടാ കർമ്മൂസേ, നീ കെട്ടുപ്രായം കഴിഞ്ഞ് പൊരറിഞ്ഞ് വീട്ടിൽ ഇരിക്കുമെന്നുള്ള കാര്യം ഞാൻ നിന്റെ വീട്ടിൽ വന്ന് പറയണം. അത്രയല്ലേ ഉള്ളൂ. അത് ഞാൻ ഏറ്റു. ഇനി നീ കയറാം. വാക്കല്ലേ നീ കയറി കള്ളി ഇത് അഡ്വാൻസ്. എന്നാ കയറി എടുക്ക. കാലനക്കല്ലേ. ഇതാ കഴിഞ്ഞു. നല്ല വേദനയുണ്ടാവും അല്ലേ? ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവിടെ ഇവിടേക്ക് ഇങ്ങനെ ഓടി നടക്കല്ലേന്ന്. ഇതാ ഞാൻ നല്ല മരുന്ന് വെച്ച് കെട്ടിയിട്ടുണ്ട്. 2-3 ദിവസം കഴിയുമ്പോൾ അങ്ങോട്ട് മാറും കേട്ടോ. നീയും സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ നിനക്കും പറ്റും ഇതുപോലെ. 10 മണിയായിട്ട് 12 മണി കണ്ടില്ലല്ലോ പേപ്പ. അവൻ വരുമ്പോ വരട്ടെ. ഫ്രാൻസിസ് വിളിച്ചായിരുന്നോ? വിളിച്ചായിരുന്നു. കാലത്തെത്തുമെന്ന്. ആന്നോ? എന്നാ പിന്നെ നീ പോക്കോ, അവളവിടെ തനിച്ചല്ലേ ഉള്ളൂ. എന്നാ ഞാൻ ഇവരെ കൂട്ടിലടച്ചും പോവാ.
ഇവളെ മാത്രം കൂട്ടിലാക്കിയാൽ മതിയടി. വയ്യാത്തതല്ലേ, സ്വൈര്യമായിട്ട് കിടന്നോട്ടെ. ഇവനെ നീ ആ വരാന്തി കിട്ടിക്കും. ചെല്ലടാ, പോ. പൊക്കോ. എന്നാടി ഒന്നിച്ച് കിടക്കാൻ പറ്റാത്തതിൻ്റെ വിഷമം വന്നാ നിനക്ക്? സാരമല്ല കേട്ടോ. നാളെ ഒരു 10 മണിക്ക് മുമ്പ് വരായിരുന്നെങ്കിൽ വീട്ടിൽ അച്ഛനും അമ്മയും ഉണ്ടാവും. നീ എൻ്റെ കാര്യം നോക്ക്. വീട്, കുടുംബം, നാട് എല്ലാം വിട്ടു. പോൾത്തിരങ്ങനെയായിട്ട് വിലസിക്കൊണ്ടിരിക്കുമ്പോഴാ നാടകമല്ല ഞാൻ അവസാനിപ്പിച്ചത്. അതെന്നാ പോൾ തരങ്ങണി നാടകം നിർത്തി? ഉണ്ണണില്ലേ? അന്ന് അത് നിർത്തിയോണ്ടാ ഇന്ന് നീ ഉണ്ണന്നേ. ചെറുതാ ഞാനങ്ങ് ഇറങ്ങുവാ. നീ നിനക്കെന്താ ഇത്ര തിരക്ക്? ഒരുമിച്ച് പോടാ. അല്ലേ തന്നെ നീ ഇപ്പം അവിടെ ചെന്നില്ലാന്ന് പറഞ്ഞാൽ അവിടെ ഒന്നും സംഭവിക്കാൻ പോണില്ല. പുള്ളിക്കാരന് വേറെ ഉണ്ടല്ലോ 2 മക്കള്. സുധർമ്മ പലവണ പറഞ്ഞിട്ടുണ്ട് കള്ളടിച്ച് മൂത്തിരിക്കുമ്പോ ഈ മാറ്റം എടുത്തിട്ട്. എടാ ഞാൻ നീ പോകാണ്ടിരിക്കാൻ വേണ്ടി ഒരു തമാശ പറഞ്ഞല്ലടാ. മകന് വരും പട്ടിയെ വളർത്തി പറയണോ തന്റെ തമാശ? ഇല്ലെവിടോ തമാശ? ഈ പന്നിനെ ഞാൻ കൊല്ലും. എടാ നിനക്ക് വിഷമായോ? അത് പോട്ടെ, അപ്പൻ ചെയ്ത കാര്യം നീ പറഞ്ഞു, അത്രയല്ലേ ഉള്ളൂ. പക്ഷെ ഒരു ദിവസം കർത്താവിൻ്റെ വിളി കേൾക്കും, നീ നോക്കിക്കോടാ. എന്നോടൊക്കെ പലവണ പറഞ്ഞിട്ടില്ലേ എന്നെ കാണുമ്പോ കുറയ്ക്കരുത്. വേണ്ട 2 കൈ തകച്ചും വേണ്ട, നിന്റെയൊക്കെ കഴുത്ത് നേരിച്ച് ഒന്നേയുള്ളോ? കർത്താവേ, നീ ഇത്ര പെട്ടെന്ന് എൻ്റെ വിളി കേൾക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. സ്തോത്രം. കാലിന് വയ്യാത്തതാ, എന്നാ പറ്റിയതാണോ എന്തോ. വിഷമിക്കണ്ട, അവളെവിടെ പോവാനാ? ഇങ്ങോട്ട് തന്നെ വരും കേട്ടോ. എടി ചാലട്ടെ, നീ ഇന്നലെ രാത്രി ആ കൂട് പൂട്ടിയാർന്നോ? മാതാവാണ് സത്യം, ഞാൻ കൂട് പൂട്ടിയതാ പേപ്പ. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. നീ ഇന്നലെ രാത്രി വരുമ്പം റൂബി കൂട്ടിലുണ്ടായിരുന്നു? കണ്ടില്ല. എന്നതാ? അതിനെ കാണാനില്ല. ഇപ്പം മനസ്സിലായില്ലേ, നായ്ക്കളൊക്കെ എപ്പോൾ വേണമെങ്കിലും ആരുടെ കൂടെ വേണമെങ്കിലും ഓടിപ്പോകുമെന്ന്. പക്ഷെ മക്കളായാലും ഇതേപോലെ ഇങ്ങനെ സ്ട്രോങ് ആയ എപ്പോഴും കൂടെ ഉണ്ടാവും. അതെ പേപ്പ, നമുക്ക് പോലീസിലൊന്ന് അറിയിച്ചാലോ? അതിനെ കൊണ്ടുപോകാൻ സാധ്യതയുള്ള ഒരു കള്ളനെ എനിക്കറിയാം. ആ നശൂലത്തിനെങ്ങാൻ പോലീസ് പോക്കിയ അതിൻ്റെ നാണക്കേടേ എനിക്കാ. വാട മക്കളെ, പട്ടി. എന്നതാ എന്താ ഡോക്ടർ? കുഴപ്പമൊന്നുമില്ലെന്നേ, വേദന അല്പം വീണേൻ്റെ ആയിരിക്കും. കുറവില്ലെങ്കിൽ നമുക്കൊരു ഡീറ്റെയിൽ ചെക്കപ്പ് നടത്തിയേക്കാം. അതുപോലെ ഇത് തന്നെ മതി. ഞാൻ വെള്ളം പട്ടിയും കൊണ്ട് രാത്രി പുറത്തിറങ്ങണമെന്ന് പറഞ്ഞ പേപ്പൻ കേൾക്കത്തില്ല. അന്ന് വീണേൻ്റെ ആയിരിക്കും ഈ വേദന. ഫ്രാൻസി, പോളച്ചൻ അറിയണ്ട, ഇത് പട്ടിയും കൊണ്ട് പോയി വീണപ്പോഴും സംഭവിച്ചല്ല. പിന്നെ ഈ സ്കൂളിൽ നിന്ന് കള്ളു കുടിച്ച എന്താന്ന് ചോദ്യം ചെയ്യാൻ വേണ്ടി ഞാനും മാഷും പോയപ്പോ നമ്മുടെ കോളനിയിലെ പിച്ചാത്തി പിടിച്ച ഹസ്ബൻഡില്ലേ, അവൻ തള്ളിയിട്ടതാ. ആന്നേ, മാഷൊന്നൊരു കരിങ്കലമ്മേക്കാ വീണത്. ഞാൻ കണ്ടതാ, അന്ന് തുടങ്ങിയതാ. എൻ്റെ ദൈവമേ, എൻ്റെ പേപ്പൻ ഇത് ഞങ്ങളോടെങ്കിലും ഒന്ന് പറയാറുന്നില്ലേ? അന്തോണിയോട് പോലും പറഞ്ഞില്ലേ? ഇല്ല, അവനറിയാതിരിക്കാനാ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത്. ഒരു കണ്ണും മൂക്കും ഇല്ലാത്തവനാ.
എനിക്കറിഞ്ഞൂടെ അവൻ്റെ ദേഷ്യവും സങ്കടവും വാശിയൊക്കെ. ഉറപ്പായിട്ടും അവൻ ആ ദാസപ്പനുമായിട്ട് വഴക്കിന് പോവും. ഇങ്ങനൊക്കെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് വളർത്തിയിട്ട് എൻ്റെ മോനെ കർത്താവ് കൊണ്ടുപോയി ഫ്രാൻസി. അവനെ ചവിട്ടിയല്ലേ? ഈ നാട്ടിലെ പോലീസ് നിയമമൊക്കെ ഉണ്ടല്ലോ. TV തിരിച്ചു വാങ്ങാൻ പറ്റുമെന്ന് ഞങ്ങൾ നോക്കട്ടെ കേട്ടോ. നീ ഒലത്തും നിന്നേക്കാളൊക്കെ കൂടുതൽ പോലീസ് സ്റ്റേഷൻ കണ്ടവനാണ് ഈ ദാസപ്പൻ. ഇനിയും മുറ്റത്ത് കയറിയ പിച്ചാത്തിക്ക് കുത്തി കയറുന്നില്ല. കാണിക്കാങ്കി വാ. കോണിലെ പിച്ചാത്തി പിടി ദാസപ്പനല്ലേ, അവൻ തള്ളിയിട്ടതാ, ഞാൻ കണ്ടതാ. കോവിലിൽ പൂജാരി കള്ളന്റെ ഓമനെ വെള്ളം ചൂടാക്കി എടുത്തോ. അതെടുത്ത് അവൻ്റെ അണ്ണാക്കിലേക്ക് കുറച്ച് സ്ഥലം വരെ പോള. ആരാ? ചേട്ടൻ എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? നമുക്ക് പരസ്പരം കാണാം. നമ്മൾ ചത്തതല്ലേ. നീ ഇപ്പം എന്തിനാ ഈ പിച്ചാത്തി തൻ്റെ തല്ലാൻ നോക്കിയത്? അപ്പം അപ്പനെ തല്ലിയതാണ് നിന്റെ വിഷയം. എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുക, തല്ലാൻ പോയിട്ട് നമുക്കൊന്ന് തൊടാൻ പോലും പറ്റില്ല. നമ്മളൊക്കെ ആത്മാക്കളല്ലേ. എത്ര ദിവസമായി എന്ത് മരിച്ചിട്ട്? ഇന്നലെ. ഇന്നലെ? അപ്പം നിനക്ക് ഇനിയും സമയമുണ്ട്. എനിക്ക് നാളെ കൂടെ ആകുമ്പോൾ 7 ദിവസമാവും. എൻ്റെ തങ്കമണിയുടെ മോളുടെയും കാര്യം ആലോചിക്കുമ്പോഴാണ്. എന്താ 7 കണക്ക്? അതറിയില്ലേ? ഇല്ല. പണ്ട് കാരണവന്മാർക്ക് പറയാറില്ലേ, മരിച്ചു കഴിഞ്ഞാൽ ആത്മാവ് 7 ദിവസം ഭൂമിയിലുണ്ടാവുമെന്ന്. അത് സത്യം. 7 ദിവസം കഴിഞ്ഞാലാ? 7 ദിവസം കഴിഞ്ഞ് ഇവിടം വിട്ടു പോകേണ്ടി വരും. എവിടേക്ക്? അതൊന്നും എനിക്കറിയില്ല. എന്നോടൊരു കളവൻ പറഞ്ഞതാ, അയാളും പോയി കാണും. എൻ്റെ 7 ദിവസത്തിൽ 6 ദിവസവും ഈ കാലം പിച്ചാത്തി തണ്ടിയുടെ പുറകെയായിരുന്നു. എന്തിന്? ഈ മനപ്രയാസം കൊണ്ട് കള്ളു കുടിച്ച് കൂത്താടി നടന്നിരുന്ന എനിക്ക് രക്ഷപ്പെടാനെന്ന് വണ്ണം ഒരു ലോട്ടറി അടിച്ചു. അപ്പം തന്നെ സത്യം പറഞ്ഞാൽ ദൈവത്തിൽ വിശ്വസിച്ച് ഞാൻ കള്ളുകൂടി നിർത്തി. പുതിയൊരു മനുഷ്യനായിട്ട് എൻ്റെ തങ്കമണിക്കും മോൾക്കും നല്ലൊരു ജീവിതം കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ അടിച്ച ടിക്കറ്റ് എടുക്കാനായിട്ട് ഞാൻ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് പാടത്തെ പൊട്ടക്കിണറ്റിൽ തലയടിച്ച് വീണ ഞാൻ ചത്തു. ദൈവത്തിൻ്റെ ഒരു കളി. സത്യം പറഞ്ഞാൽ ഞാൻ കുടിയും നിർത്തി എന്നും നന്നാവാൻ തീരുമാനിച്ചു. അന്ന് കാല് തെറ്റി പൊട്ടക്കിണറ്റി വീണ് ചത്തു. ദൈവമേ, അങ്ങ് മഹാനാണ്. എനിക്കതല്ല, ഇവിടുന്ന് പോകുന്നതിന് മുന്നേ ആ ലോട്ടറി ടിക്കറ്റ് എൻ്റെ തങ്കമണിയെ ഏൽപ്പിക്കണം. അവളും മോളും സന്തോഷത്തോടെ ഇരിക്കുന്നത് കണ്ടിട്ട് വേണം എനിക്ക് പോകാൻ. പക്ഷേ അതൊന്നും ഇനി നടക്കുമെന്ന് തോന്നണില്ല. നടക്കും ചേട്ടാ, എല്ലാം നടക്കും. ചേട്ടൻ വേഗം വീട്ടിൽ പോയി പെട്ടെന്ന് ആ ടിക്കറ്റ് എടുത്തു കൊടുക്കാനുള്ള വഴി നോക്ക്. നീ സ്വയം ചത്തതാണോ അതാരെങ്കിലും നിന്നെ തല്ലിക്കൊന്നതാണോ? കൂട്ടുകാരാ, ലോട്ടറി ടിക്കറ്റ് വീട്ടിലല്ല ഇരിക്കുന്നത്. അതായത് ഞാൻ മരിക്കുന്നതിന് മുമ്പ് ഇവിടുത്തെ ഈ പിച്ചാത്തി തണ്ടിയുടെ കയ്യിൽ നിന്ന് കുറച്ച് കാശ് ഞാൻ കടം മേടിച്ചിരുന്നു. തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ല. ഞാൻ ചത്തതിന് ശേഷം അയാൾ വീട്ടിൽ വന്ന് ടി വിയും മറ്റേ ഈ ചാനൽ മാറ്റുന്ന സാധനമല്ലേ, അതെല്ലാം കൂടെ എടുത്ത് ഇങ്ങോട്ട് വന്നു.
അതിനകത്താ എൻ്റെ ലോട്ടറി ടിക്കറ്റ് ഇരിക്കുന്നത്. റിമോട്ടിനകത്താ? ആ, അടിപൊളി. ഇൻസ്റ്റാൾമെന്റ് പോലും കഴിയാത്ത ടി വി ആയിരുന്നു. ദാസണ്ണാ, അല്ലണ്ണ എസ് ഐ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു. അല്ല, എസ് ഐ കണ്ണനൊന്ന് കാണാൻ. സൗന്ദര്യം കാണാനാ? ഒരു ഫോട്ടോ വന്ന് വിട്ടാൽ മതിയോ? നീ വയ്ക്കോ, ഞാൻ വരാം. അതല്ലണ്ണ, പഴയ സാറ് മാറി, ഇപ്പം പുതിയ ആളാ, ഇത്തിരി പ്രശ്നക്കാരനാ, അതുകൊണ്ടാ. വരുമ്പോ ആ ടി വി കൂടെ എടുക്കണേ. ശരി, നീ വയ്ക്കോ. ശരിയാണ്.